മാറ്റി വെക്കും. പിന്നെ ബാക്കിയുള്ളതെല്ലാം റൂബിക്ക് തന്നെ അങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ റൂബിയുടെ ചിക്കൻ വേവിക്കാനുള്ളത് കുറച്ചെടുത്ത് ഒരു 3 ദിവസത്തേക്കുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ബോക്സുകളിൽ പല പല ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയും ചെയ്യണത്. അപ്പോൾ വേവിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കാനാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമ്മൾക്ക് രാവിലെ കുറച്ചായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ വേവിച്ച് വെക്കും. അത്ര തന്നെ. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ച് വെക്കുന്നത്. അധികം വെള്ളം ഒഴിക്കാറില്ല ഞാൻ. കാരണം അവൾക്ക് അധികം ആ സൂപ്പ് അധികം അവളങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വെക്കും. ചില സമയത്ത് കുക്കറിൽ വെക്കും. കുക്കറിൽ വെക്കുന്നതിനോട് അത്ര ഇഷ്ടമില്ല, പെട്ടെന്നെങ്കിലും വെന്ത് പോകും. അവൾക്ക് ഇത്തിരി അധികം അങ്ങോട്ട് വെന്ത് പോകണമെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന പാത്രങ്ങളിൽ തന്നെ സാധാരണ വെക്കണത്. അങ്ങനെ അതെല്ലാം എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് പിന്നെ ഇനി മീൻ വെട്ടണം. അപ്പോൾ ഇന്ന് അധികം ഉച്ചക്ക് കറികൾ വെക്കേണ്ട കാര്യമില്ല, അധികം ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആ മീൻ ഇന്നലെ വെച്ച ചാള കറിയുടെ ബാക്കി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു ഫിഷ് കറി വേറെയും കൂടി വെക്കാൻ വേണ്ട. ഒന്നാമത് എനിക്കിത് കാണുമ്പോഴേ എനിക്കിഷ്ടമല്ല, മീൻ കറി കാണുന്നതേ എനിക്കിഷ്ടമല്ല. അപ്പോൾ വീണ്ടും എനിക്കത് വെക്കാനും തോന്നിയില്ല. കാരണം അത് കഴിക്കുന്നവർക്ക് അത്യാവശ്യം കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു അയിലയുടെ കൂട്ടത്തിൽ നിന്ന് 2 അയില എടുത്തിട്ട് ഞാനൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുരട്ടി വെച്ച് വേറെ ബാക്കിയുള്ള അയില എടുത്തിട്ട് ഫ്രീസറിലേക്കും വെച്ച്. അപ്പോൾ പപ്പക്ക് വൈകുന്നേരം വീണ്ടും ഡ്യൂട്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. പക്ഷേ പച്ചരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ട് അരിപ്പൊടി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. എങ്കിലും കുഴപ്പമില്ലാതെ കിട്ടുമോ, ടേസ്റ്റൊക്കെ ഉണ്ടാവും. അരി കുതിർത്ത് അരക്കുന്നത് പോലത്തെ ഒരു ഫിനിഷിങ്, ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പത്തിന് കാണാനൊക്കെ ആയിട്ടേ. അതാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ആ അരിപ്പൊടി തന്നെ നമ്മൾ അപ്പത്തിനെടുക്കുന്ന അരിപ്പൊടി തന്നെ ഇത്തിരി തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് ആക്കി. അപ്പോൾ നമ്മൾ അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കാച്ചി കുറുക്കിയ, ഒന്നില്ലെങ്കിൽ കപ്പി കാച്ചി ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ റവ കാച്ചി ഇടുക. അപ്പോൾ നേരി ചൂടോടുകൂടി ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചോറ് ചേർത്ത് അരച്ചേനെ. അപ്പോൾ ചോറ് ചേർക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പി കാച്ചുന്നത് നേരി ചൂടിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈസ്റ്റും കൂടി ഇടണമെങ്കിൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്ററിന് നേരിയൊരു ചൂടുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഇഡലി ദോശ ബാറ്ററിന് ചൂട് വേണ്ട കേട്ടോ. ഈ വെള്ളപ്പം പാലപ്പത്തിൻ്റെ ബാറ്ററിന് ഇത്തിരി ചൂടുള്ളത് നല്ലതാണ്. അപ്പോൾ ഈസ്റ്റും കൂടി ഇട്ട് പിന്നെ നേരെ ഉപ്പിട്ട് പഞ്ചസാര ഞാൻ കപ്പി കാച്ചിയ റവ കാച്ചിയ കൂട്ടത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഒരു അപ്പത്തിനേലും ഒരു ഇത്തിരി കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ റയനൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. റയൻ പോയി വന്നിട്ട് ഉടുപ്പ് മാറാതെ നിൽക്കണേണ്. അപ്പോൾ വന്ന് ഏലക്കായ പൊടിച്ച് തന്നെയാണ്. ഏലക്കായ പൊടിച്ച് ചേർത്തിട്ടില്ലായിരുന്നില്ല, കാരണം നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. റവ കാച്ചതിൻ്റെ അകത്തല്ലേ പഞ്ചസാര ഇട്ട് ഇളക്കിയിരുന്നത്. പഞ്ചസാരയും മറ്റേ തേങ്ങയും അരിയൊക്കെ കൂടി അരക്കണ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കും. ഇപ്പോൾ മിക്സി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഒന്ന് പൊടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത്. കാരണം നമ്മളിത് നേരിയൊരു ചൂട്, അധികം ചൂട് പാടില്ല, നേരിയൊരു ചൂടിൽ ഇത് കലക്കി വെച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് പഫ്സ് ഉണ്ടാക്കുന്നത്. പഫ്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം ദിവസമായിട്ട് എനിക്കത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബട്ടർ മേടിച്ച് വെച്ചത്. പക്ഷേ നമ്മൾ മുറുക്കുണ്ടാക്കിയപ്പോഴത്തേക്കും ബട്ടർ ആവശ്യമുള്ളതുകൊണ്ട് അതിനകത്ത് നിന്ന് കുറച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ബട്ടർ ഇല്ല. ഒരു പാക്കറ്റ് ഫുള്ള് 100 ഗ്രാം ഫുള്ള് എടുത്തു കഴിഞ്ഞാലാണ് ഒരു 150 ഗ്രാം പൊടിക്ക് വേണ്ടിയിട്ട് ആകുള്ളൂ. അത്രയും, അതായത് 1.25 കപ്പ് പൊടിക്ക് 100 ഗ്രാം ബട്ടർ, ആ ഒരു പാക്കറ്റ് ബട്ടർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ബട്ടർ ഇത്തിരി കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ബട്ടർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ കുറയുമെന്ന് എനിക്ക് ഇന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്കും മനസ്സിലായി. ഒന്ന് പറ്റിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ലാതെ പോയി, ഇത്തിരി ലെയർ കുറവായി കിട്ടിയത്. അപ്പോൾ മൈദ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു മുട്ട മുഴുവൻ ഒഴിക്കണ്ട, കാരണം ഒരുവിധം വലിയ മുട്ടയാണ്, അതുകൊണ്ട് ഞാൻ മുഴുവൻ ഒഴിച്ചില്ല, കുറച്ചങ്ങോട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ളത് ഏറ്റവും അവസാനം ഒന്ന് എഗ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ വേണം ഇതിനകത്തേക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത്തിരി കുറച്ചായിട്ടത് കയ്യിൽ കുറവായതുകൊണ്ടേ, അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ കൂടുതലിട്ടാലും നല്ലതാണ്. അത് നല്ല ഐസ് ഇട്ടിട്ട് തണുത്ത വെള്ളത്തിൽ കുറേയും കൂടി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളത്തിൽ കുറേയും കൂടി ഐസ് ഇട്ടിട്ട് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ
കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പം മുട്ടയിടാതെയും ഈ ബാറ്റർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ മുട്ടയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അത് നന്നായിട്ട് കഴിഞ്ഞ തവണ വന്നതുകൊണ്ട് ഞാൻ ഇത്തവണ മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചിലവർ ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ലെയർ വരില്ല. അപ്പോൾ പഞ്ചസാര ഇടാതിരിക്കണേ നല്ലത്. ചിലർ പഞ്ചസാര ഇടുന്നത് കാണാം. പഞ്ചസാര ഇട്ടതിന് കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഈ ബാറ്ററിൽ പഞ്ചസാര ഇടണ്ട, നേരെ ഉപ്പ് വേണമെന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഉപ്പിട്ടില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ഇടാനുള്ളത് ഉപ്പിട്ട ബട്ടറാണ്. അപ്പോൾ നല്ല ഉപ്പുണ്ട്. പിന്നെ ഈ ബാറ്ററിലും കൂടി മാവിലും കൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാടായി. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അവിടെ ഇട്ടിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ ആദ്യത്തെ വെക്കുക. ആദ്യത്തെ 2 മണിക്കൂർ ആദ്യം വെക്കുമ്പോൾ 2 മണിക്കൂർ വെക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ പിന്നെ പരത്തി എടുക്കുമ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വെച്ചാൽ മതി. 3-4 തവണ 10 മിനിറ്റ് വെച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇനി നമുക്ക് കുറേ ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചൊക്കെ ഇട്ട്. ഇപ്പോൾ രാത്രിയാണ് തുടക്കണത്, പകൽ അങ്ങനെ തുടക്കണില്ല. റോജർ അവിടെ കിടക്കണോണ്ടും പിന്നെ നമ്മൾ പ്രയർ ടൈമിന് മുമ്പായി എന്തായാലും തുടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വൈനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മധുരം കൂടുതലായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഏകദേശം 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്ത്, അത് 1/2 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഒഴിച്ച്, എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന വൈനിൻ്റെ അത് കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയാം. ഇപ്പം മധുരമൊക്കെ ഏകദേശം ഒരു ലെവലിൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട്, അപ്പോൾ എനിക്കിനിയും പണിയാണ്, കാരണം ഈസ്റ്റ് ഇട്ടേക്കണതുകൊണ്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. അത് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ പ്രവർത്തനം നടക്കില്ല, നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റും കിട്ടില്ല. ആ കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് കെട്ടി അങ്ങനെ നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് എടുത്ത് ഇളക്കി അതൊക്കെ കളഞ്ഞ് ഓക്സിജൻ കയറുന്ന രീതിയിലൊക്കെ ഇളക്കി വെക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത് ഇതിനകത്ത് യൂട്യൂബിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും കെട്ടി വെക്കണേണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മടിയാണ് ഈ ഇളക്കണ കാര്യം. അപ്പോൾ ഞാൻ ഈ ഇളക്കാത്ത വൈനിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അത് കഴിഞ്ഞ തവണ ഇട്ടതേ കാണിക്കുള്ളൂ കേട്ടോ. ഇത്തവണ ഞാൻ ഏതായാലും ഇനി ഇടണില്ല. വൈൻ ഇവിടെ ആർക്കും അധികം വേണ്ടാത്തതുകൊണ്ടേ കൂടുതൽ വൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ കഴിഞ്ഞ പോലത്തെ വൈൻ തന്നെ ഇരിക്കുന്ന കണ്ടില്ലേ. അതുകൊണ്ട് വീണ്ടും വീണ്ടും വൈൻ അങ്ങനെ ഇവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ അധികം ഇടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഊണ് കഴിക്കൽ കഴിഞ്ഞ് ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തത്. അപ്പോൾ ഞാൻ മീൻ വറുത്തതും ചെറുപയറും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി നെയ്യ് തടവി പാത്രത്തിലേക്ക് അതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ മുട്ടക്കുഴലപ്പം ഉള്ള മിക്ക ദിവസവും കൊണ്ടുപോകണത്. അപ്പോൾ ഒരു വ്യത്യാസം കൊട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴേക്കും പപ്പ രാത്രി പോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു രാവിലെ വരുമ്പോൾ ഇത്തിരി പഴം മേടിച്ചിട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പപ്പ വന്നപ്പോൾ പഴം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പഴം കൊണ്ട് അഭിഷേകം ഇരിക്കുള്ളൂ. എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ എനിക്ക് പിന്നെ അത് തീർക്കണ വരെ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കണം. അപ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏത്തപ്പഴം ഇട്ടിട്ടുള്ള വട്ടയപ്പം. സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അത് നാടൻ വിഭവങ്ങൾ. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനമൊന്നും പപ്പ കഴിക്കൊന്നുമില്ല. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ട പഫ്സ് ആണെങ്കിൽ തിന്നത്. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒട്ടും തന്നെ കഴിക്കില്ല. അതുമല്ല ഇത് രാത്രിയാകും ഉണ്ടാക്കി വരുമ്പോൾ കുറേ ടൈം എടുക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ ബാറ്ററി ഇങ്ങനെ നമ്മൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ പരത്തി അതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് ബട്ടർ നല്ല കട്ടിക്ക് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായ ബട്ടർ വേണം വെക്കാൻ. എന്നാൽ ബട്ടർ ഉരുകിപ്പോവുകയും ചെയ്യരുത്, കട്ടിക്കിരിക്കുകയും ചെയ്യണം. അന്ന് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. വെള്ളം പോലെ ബട്ടർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴുകിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് അന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഇപ്പോൾ തീരെ കുറഞ്ഞു പോയി ബട്ടർ, ഇത് പോരാ. അപ്പോൾ ഇത്രയും 100 ഗ്രാമിൻ്റെ ബട്ടർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 പഫ്സേ കിട്ടുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്നതാണ് അതിലെ ലാഭമെന്ന് നമുക്കറിയാം. എങ്കിലും ഇതിപ്പോൾ ഇത്തിരി വെള്ളവും കൂടിപ്പോയി, ഞാൻ നനച്ചതേ, അതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞൊക്കെ വന്നത്. എനിക്ക് നല്ല കറക്റ്റായിട്ട് വരും. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതൊരു ഐഡിയ വേണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി കൂടിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. അവസാനം ഇപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ അത് ഒരു ആ വെച്ച ബട്ടർ ഒന്ന് അതിനകത്ത് സെറ്റാകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ബട്ടർ സെറ്റാകാതെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ ബട്ടർ ചാടി പുറത്തേക്ക് വരും. ആ ബട്ടർ ഒന്ന് ഹണ്ടിൽ സെറ്റായി വന്നു കഴിഞ്ഞിട്ട് മാത്രം പിന്നെ പരത്തിയിട്ട് വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യണം. ഓരോ ഫോൾഡിങ്ങും നോക്കി ചെയ്യണം. കാരണം ഫോൾഡ് ചെയ്തത് അത് തന്നെ വെച്ചിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ
നീളത്തിൽ വെച്ചത് പിന്നെ ആ നീളം ഫോൾഡ് ചെയ്ത് കളയരുത്. നമ്മളെങ്ങനെയോ ഫോൾഡ് ചെയ്തത് അതുപോലെ തന്നെ പരത്തിയിട്ട് വീണ്ടും വീണ്ടും ഫോൾഡ് ചെയ്യണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ലെയറൊക്കെ തിരിഞ്ഞു വരില്ല. അപ്പോൾ നമ്മുടെ ഒരപ്പമായി. ആ അപ്പമാണ് പപ്പക്ക് കൊടുത്തു വിടാനുള്ളത്. പിന്നെ ഒരു ഇത്തിരി ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പാത്രത്തിലിട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചും പോയി. അപ്പോൾ അത് വളരെ തിന്നായിട്ടുള്ള ഒരു അപ്പമായിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ മീതയിൽ ഇത്തിരി കാഷ്നട്ട് റൈസിൻസൊക്കെ ഇട്ട് അത് വളരെ നേർത്തതായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ച് 1-2 പീസ് പപ്പ കഴിക്കുകയും ചെയ്ത് ബാക്കിയുള്ളത് ഞാൻ അവിടെ പൊതിഞ്ഞങ്ങോട്ട് വെച്ച്. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മതി. ഏതായാലും ഊണിനിപ്പോൾ ഒരു ചോറായിട്ട് കഴിക്കുന്നത് ഒരു നേരത്തേക്ക് മാത്രമാണ്. പിന്നെ ഒരു കട്ടൻ ചായ കൂടി ഇട്ട് നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോയുടെ കമൻസ് വായിച്ച് റിപ്ലൈ ആർക്കും തന്നെ ഇട്ടിട്ടില്ല. ആരും വഴക്കൊന്നും വിചാരിക്കും. കമൻസ് എല്ലാം വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോഴാണ് എനിക്കൊരു ധൈര്യവും എല്ലാം വായിക്കാതെ പോകുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ കാണുന്ന പ്രശ്നം ഒന്നുമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഇത് 10 മിനിറ്റ് വെച്ചിട്ട് അത് 10 ചിലപ്പോൾ കൂടുതൽ വെക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കണം. അതുകൊണ്ട് അതിനെ പതിയൊന്ന് ഇടിച്ച് ഒന്ന് പരത്തിയിട്ട് ഒന്ന് ഹാർഡായിട്ടല്ലേ ഇരിക്കണത്. എന്നിട്ട് ഇപ്പം നീളത്തിൽ തന്നെയല്ലേ പരത്തണത്. എന്നിട്ട് വീണ്ടും ഇപ്പോൾ ആ ഒരു ഇത്തിരി പേപ്പറിന്മേൽ ബാക്കി ഉണ്ടായിരുന്നത് ഒന്ന് തേച്ച് വെച്ചാണ്ട് ഇങ്ങനെ തേക്കേണ്ട കാര്യമില്ല. ഫുള്ളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ മാത്രം ബട്ടർ ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ സൈഡുകൾ ഒക്കെ ഇങ്ങനെ ഒരു ഷേപ്പില്ലാതിരിക്കുന്നതാണ്. എങ്കിൽ തന്നെയും കൂടുതൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയാതിരുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 2 അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് വീണ്ടും ഞാനിപ്പോൾ ഇത്തിരി മൈദ ഇട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കണേ. കാരണം ആ മറ്റേ പാത്രത്തിൽ ഇത്തിരി ആവി വെള്ളം പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. കാരണം നമ്മുടെ ബാറ്ററി ലൂസാണല്ലോ. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇത്തിരി കൂടി മൈദയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിനകത്തേക്ക് വെച്ച് ഫ്രീസറിൽ വേണമെന്നെങ്കിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് എടുക്കണം. അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ സവാള എടുത്ത്, അപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയ ചിക്കൻ 2 കഷ്ണം ഉണ്ടായിരുന്നു. അത് എല്ലാം മാറ്റിയിട്ടൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മസാല ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മസാലയൊന്നും നമ്മുടെ സവാള വഴറ്റിയിൽ ചേർത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് വീണ്ടും എടുത്ത് അതിൻ്റെ ബാക്കി ഉണ്ടാകുന്ന വീണ്ടും ഒന്നുകൂടി ഒന്ന് ബട്ടർ പേപ്പർ ഒന്ന് തുടച്ച് ഇതുപോലെ ഒന്ന് മടക്കി, അപ്പോൾ ഒരുപാട് ലെയറുകൾ ആയിക്കൊണ്ടിരിക്കും. വീണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ടൊന്ന് മൈദ തൂവി ഇട്ടതാണ് കേട്ടോ. നേരത്തെ തന്നെ പണി ഒതുക്കിയതാണ്. അപ്പോഴേക്കും ഏകദേശം സവാള ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഇത്തിരി ടൊമാറ്റോ സോസ് മാത്രം ഇട്ട് മല്ലിയില ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ പൊടിച്ച ചിക്കൻ്റെ ആ റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് കൂടുതൽ എക്സ്ട്രാ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഞാൻ ചേർത്തില്ല. അത്രയേ ഉള്ളൂ ഫില്ലിങ്. അപ്പോൾ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യും. ഇപ്പം ഞാനൊരു ഉടായ്പ് ഫില്ലിങ്ങാണ് ചെയ്തത്, കാരണം എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ചെയ്തതാണ്. വീണ്ടും എടുത്ത് വീണ്ടും നീളത്തിൽ പരത്തി. അപ്പോൾ ഈ നീളത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഇങ്ങനെ കൂടി ഒന്ന് പരത്തി അതിൻ്റെ വീതി കൂട്ടണം. പക്ഷേ ഈ വീതി വെച്ചിട്ട് ഇപ്പുറത്തോട്ട് ഫോൾഡ് ചെയ്യരുത്. ശരിക്കും ആ ലോങ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ലാസ്റ്റ് പരിപാടി. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് 3-4 പ്രാവശ്യമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഓരോ പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോഴും ഇതുപോലെ അരിക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ നല്ല ലെയറായിട്ട് വരും. പക്ഷേ എനിക്കധികം മാവില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞില്ല. ഏറ്റവും അവസാനം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ ലെയർ തിരിഞ്ഞു വരില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഒട്ടും തന്നെ പെർഫെക്റ്റ് ആകാതെ ആണ് ചെയ്തത്. നമ്മുടെ ബട്ടർ കുറവ് ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു കുറവാണ്. ബട്ടർ നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാലാണ് എല്ലാ ലെയറിലും വിട്ട് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. എങ്കിലും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതൊരു മെനക്കെട്ട പണിയാണ്. ഇതിലും ഭേദം നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് തന്നെയാണ്. എങ്കിലും നമ്മൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, നമ്മളുടെ ഒരു പാഷൻ, അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ ബട്ടറും ഇതൊക്കെ മേടിച്ച്
ഇത്രയും നേരം ചിലവാക്കിയിട്ട് ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇഷ്ടമുള്ളവർക്ക് ഇത് മെനക്കെടാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതിൽ ലാഭമെന്നോ നഷ്ടമെന്നോ ഒന്നുമില്ല. ചില സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര ലാഭമാണ്, വലിയ കുഴപ്പം കൂടാതെ നമുക്ക് അധികം പണിയില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് നല്ല പണിയുമാണ്, ചിലവുമുണ്ട്. അപ്പോൾ ഇത് എഗ് വാഷും കൂടി ചെയ്തിട്ട് ആകെ 4 ഇടും. എഗ് വാഷും കൂടി ചെയ്തിട്ട് 220 ഡിഗ്രിയിൽ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൺ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓവൻ്റെ 220ൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വെക്കുമ്പോൾ 200 വെച്ചാൽ മതി. 200 ഒരു ഞാൻ 50 മിനിറ്റ് ഇട്ട്, പക്ഷേ 50 മിനിറ്റ് വേണ്ടി വന്നില്ല. ഞാൻ 40 മിനിറ്റ് ആയപ്പോഴത്തേക്കൊന്ന് നോക്കിയായിരുന്നു, ആ സമയത്ത് കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു എടുത്ത്. അങ്ങനെ 40 മിനിറ്റ് കൊണ്ടിട്ടാണ് നമ്മൾക്കിത് ശരിയായി വന്നത്. അപ്പോൾ കൺവെക്ഷൻ മോഡിലാണ് എൻ്റെ ഈ ഓവനിൽ ഇടുന്നത് കേട്ടോ. കൺവെക്ഷൻ മോഡിലിട്ട് ഞാൻ 50 മിനിറ്റ് ഇട്ടെങ്കിലും 40 ആയപ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കറക്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവൻ്റെ ടൈമിങ് കേട്ടോ. പിന്നെ നമുക്ക് ക്ലീനിങ് നല്ല കണക്കിനുണ്ട്, കാരണം അവിടെയൊക്കെ ആകെപ്പാടെ പൊടിയൊക്കെ പിടിച്ചിരിക്കണേ. അങ്ങനെ അത് ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് ഞാൻ പാത്രങ്ങൾ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് സിങ്കിൻ്റെ അകത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ കാല് കഴിച്ച്, എനിക്ക് പെട്ടെന്ന് തന്നെ കാല് കഴക്കും കുറേയധികം നേരം നിന്ന് കഴിയുമ്പോഴേ. എങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും അങ്ങനെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഓരോ ദിവസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഒന്നാമത് നല്ല മഴയാണ്, ഹെവി റെയിനാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആ മഴയുടെ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളം പൊങ്ങി. പക്ഷെ നമ്മുടെ വീടിൻ്റെ പരിസരത്തില്ലെന്ന് മാത്രം, അല്ലാതെ ഇത്തിരി ഞങ്ങളുടെ അപ്പുറത്തേക്ക് 1 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെള്ളം പൊങ്ങി. അപ്പോൾ പാപ്പക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയെന്നുണ്ടെങ്കിലും സീ റഫ് ആയതുകൊണ്ട് പോകാൻ പറ്റാതെ തിരിച്ച് പോന്ന്. അങ്ങനെ പപ്പ രാത്രി വീട്ടിൽ തിരിച്ചെത്തി. ആ മഴയത്ത്, ഭയങ്കര മഴയത്ത് തന്നെയാണ് പപ്പ നനഞ്ഞ്, എന്ന് വെച്ചാൽ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങി, അത്രയും ഹെവി റെയിനാകും. അപ്പോൾ കൊണ്ടുപോയ അപ്പമൊക്കെ കഴിക്കാതെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് രാത്രി ഊണ് കഴിച്ച്. പിന്നെ റിച്ചാൻ്റെ കാര്യം കുറച്ചധികം പേരിങ്ങനെ കമൻസിൽ ചോദിക്കാറുണ്ട്. അവൻ്റെ പഴയ വീഡിയോ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്, അവനെ കാണാഞ്ഞിട്ടെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് അവൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഇല്ലാത്ത ആളുകളുടെ കാര്യം എല്ലാ ദിവസവും എന്ത് പറയാനാണ്, നമ്മൾ വല്ലപ്പോഴും വിളിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് പറയാത്തത്. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവൻ വിളിക്കുന്ന സമയത്ത്. പിന്നെ അപ്പോൾ നമ്മളുടെ പഫ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റോജറിനെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കിയതാണ് ഞാൻ. ചൂടാ പാത്രങ്ങൾ കൂട്ടി ഇട്ടിട്ടുണ്ടാവുന്നെന്ന് പറഞ്ഞല്ല. അപ്പോൾ അത് റയൻ എനിക്ക് ഓടിപ്പോയിട്ട് കഴുകി തന്നിട്ടാ. അങ്ങനെ ആ ഒരു ആശ്വാസം അത് കഴിഞ്ഞ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുറത്ത്. അപ്പോൾ റൂബി ആണെങ്കിൽ ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് ചേട്ടൻ്റെ പായൽ വന്ന് കിടക്കുന്നുണ്ട്. താച്ചിക്കോ താച്ചിക്കോ കടിക്കണമെന്നില്ല. കിടക്കട്ടട അങ്ങനെ അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. പാന്തന
ഷൂട്ട് ചെയ്യുന്നില്ലേ ഇതല്ലേ? അതൊന്ന് കിടപ്പ് കാലൊക്കെ വെച്ചേക്ക് നോക്കി. വെച്ച് കിടക്കുക. കൊച്ചി ചാച്ചിച്ചേടാ കൊച്ചി. അപ്പോൾ 9:45 മണിയായി. അപ്പോഴാണ് പപ്പ എത്തിയത്. ഇനി നമുക്ക് നാളെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.